രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അക്ഷീണം പ്രയത്നിക്കുകയാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ട ഇനിയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി കരസേനയും ഒപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും സന്നദ്ധ പ്രവർത്തകരും അടക്കം 3000-ലധികം പേരാണ് വയനാട്ടിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തന രംഗത്ത് ഉള്ളത്. ഇനിയും നിരവധി പേർ സർക്കാരിൻ്റെ സംവിധാനങ്ങളടക്കം വിവിധ സേനാംഗങ്ങളടക്കം അവിടെ എത്തിച്ചേരാൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ മരണസംഖ്യ 282 എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 196 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ നിരവധി പേരെ 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളത് അനൗദ്യോഗിക കണക്കുകളാണ് വരുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പ് കൃത്യമായ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 5500-ലധികം ആളുകളെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അനൂപ് ചേരുന്നു വയനാട്ടിൽ നിന്നും. നിലവിൽ അനൂപ് നിൽക്കുന്നത് ബെയിലിപ്പാലം നിർമ്മിക്കുന്ന ഇരുകരകളെയും, അതായത് മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതിനുള്ള 190 അടി നീളത്തിലുള്ള ബെയിലിപ്പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ അതിദ്രുതമാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അവിടെ എങ്ങനെയാണ് മറ്റ് തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഇനി വളരെ നിർണായകമായൊരു ഘട്ടമെന്ന് പറയുന്നത് ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇന്ന് നിരവധി പേരെ അവിടെ നിന്ന് ഇനിയും ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം രക്ഷിക്കാൻ കഴിയും. കൂടുതൽ സാമഗ്രികൾ അവിടെ എത്തിക്കാൻ കഴിയും. എന്താണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥയെക്കുറിച്ച്, നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം തന്നെ 300-ലധികമുണ്ട്. അതോടൊപ്പം പരിക്കേറ്റ് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളെ സമീപിച്ചതും എല്ലാമുണ്ട്. ഏതായാലും നിരവധിയായ ആളുകളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പ്രധാനമായും ഈ മേഖലകളിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയിലാണ്. ചൂരൽമലയ്ക്ക് തൊട്ട് സമീപത്താണ് ഈ പാലം ഉണ്ടായിരുന്നത്. ചൂരൽമല വില്ലേജ് ഓഫീസ് സ്കൂളിനും എല്ലാം സമീപത്ത്. ഇവിടെ നിന്ന് കടന്നു പോകുന്ന പാലമാണ് തകർന്നു പോയത്. അതോടൊപ്പം ഈ വശത്തുള്ള വീടുകൾ മുഴുവനായി തകരുകയും അതോടൊപ്പം ആ മേഖലകളിലേക്ക് ശക്തമായി മണ്ണ് ഇടിഞ്ഞു വീഴുകയും എല്ലാം ചെയ്തു. എനിക്ക് പുറകെ തന്നെ ഈ കാണുന്നത് മേപ്പാടി വെള്ളാർമല ഹൈസ്കൂളിൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗങ്ങളാണ്. അതിന് തൊട്ട് സമീപത്ത് പുറകുവശത്തായി വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ആ മുകൾ ഭാഗത്തൊക്കെ നിന്നുള്ള വീടുകളിൽ നിന്ന ആളുകളെ പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള മൺതിട്ട വന്ന് ഇടിഞ്ഞ് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലുള്ള അവരെ രക്ഷപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചില്ല. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതശരീര ഭാഗങ്ങൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ അതിദ്രുതം പുരോഗമിക്കുകയാണ്. ബെയിലി പാല നിർമ്മാണം നമുക്കറിയുന്നത് പോലെ ഇപ്പോൾ അതിൻ്റെ ഈ പൊസിഷൻ ഏതാണ്ട് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. റോളറുകൾ ഉപയോഗിച്ച് നീക്കി അതിനെ നമ്മുടെ ഈ ബെയിലിപ്പാലത്തിന്റെ അപ്പുറത്ത് കാണുന്ന സ്ഥലം അത് മുണ്ടക്കൈ ടൗൺ കേന്ദ്രമാണോ? അത് മധ്യത്തിൽ നടക്കാൻ പാകത്തിലുള്ള പാളികൾ സ്ഥാപിക്കൽ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് മുണ്ടക്കൈ ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. മുണ്ടക്കൈ ഉയരത്തിലുള്ളൊരു മേഖലയാണ്. ഇതിൻ്റെ താഴ്വാര പ്രദേശമാണ് ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് മധ്യത്തിലൂടെ ഒഴുകിപ്പോകുന്ന പുഴയാണ് ചൂരൽമല പുഴ. ചൂരൽമല പുഴയിലെ പാലമാണ് ഒലിച്ചു പോയത്. ആ പാലത്തിൻ്റെ അതേ ഘടനയിലാണ്, അല്ലെങ്കിൽ ആ പാലം നിന്നിരുന്ന അതേ സ്ഥലത്താണ് ഈ ബെയിലി പാലം താൽക്കാലികമായി നിർമ്മിക്കുന്നത്. ആ പാലത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ പാലം നിന്നിരുന്ന അതേ മൺതിട്ടയിൽ തന്നെയാണ്, ശക്തമായ പ്രതലത്തിൽ തന്നെയാണ് ഈ പാലം ഉറപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പുറത്ത് കാണുന്ന വഴിയാണ് മുണ്ടക്കൈയിലേക്കുള്ള പാത. ആ പാതയിൽ നിന്നുള്ള ബന്ധമാണ് നമുക്ക് ഈ പാലം തകർന്നതിലൂടെ വിച്ഛേദിക്കപ്പെട്ടത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകരെല്ലാം നിൽക്കുന്നത് മുണ്ടക്കൈ ഭാഗത്താണ്. ചൂരൽമലപ്പുഴയ്ക്ക് എതിർവശത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കൈയിലുള്ളതാണ്. അവിടുന്ന് രക്ഷാപ്രവർത്തകർ വാഹനങ്ങളിലും മറ്റും താഴേക്ക് വരുന്നത് കാണാം. ആ വാഹനങ്ങൾക്ക് നിലവിൽ ഇവിടേക്ക് സഞ്ചരിക്കാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ ഇനി ഈ പാല നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി ഇത്തരത്തിൽ സാധനങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആംബുലൻസുകളോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോ ഇപ്പോൾ അനൂപ് നിൽക്കുന്നതിന് ഇടതുവശത്ത് മുണ്ടക്കൈയും വലതുവശത്ത് ചൂരൽമലയുമാണ്. ആദ്യം ഈ അപകടമുണ്ടായ സമയങ്ങളിൽ നമ്മൾ കണ്ടത് നിരവധി കടകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ അടക്കം ഈ ഒലിച്ചുപോയ സ്ഥലം അത് മുണ്ടക്കൈ ടൗൺ. അവിടെ ഇതിന് മുകളിലുള്ള സ്ഥലമാണ്. എത്ര ദൂരെയാണ് ഈ പാലം നിർമ്മിക്കുന്നതിനും എത്ര ഉയരത്തിലാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം?
പാലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാത്രമാണ് മുണ്ടക്കൈയിലേക്കുള്ളത്. പക്ഷേ ആ ഒരു കയറ്റം കയറി ഗ്രാമത്തിലേക്ക് പോകണം. ഏതായാലും ഇപ്പോൾ ആ ഗ്രാമം ഇപ്പോൾ അവിടെ ഇല്ല. മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടു. പുഞ്ചിരിമറ്റം, മട്ടമല്ല തുടങ്ങിയ പ്രദേശങ്ങളാണ് അവിടെ ശേഷിക്കുന്നത്. അത് അവർക്ക് തന്നെ വലിയ ആഘാതം അവിടെ വലിയ ആഘാതം പുഞ്ചിരിമറ്റത്ത് ഉൾപ്പെടെ ഉള്ള ആളുകൾക്കുണ്ടായി. അവിടെ നിന്നെല്ലാം ആളുകളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിലും ശേഷിച്ച ചില തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികളിലും മറ്റുമുള്ളവർ ആണ് കൂടുതലായും ദുരന്തത്തിൽ പെട്ടുപോയത്. അവരെല്ലാം ഈ പുഴയിലൂടെ ഒലിച്ച് താഴേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിലെ പോകുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന വഴി നേരെ മുകളിലോട്ട് കയറിപ്പോയാൽ ഈ പുഴയിലേക്ക് തന്നെ മലകൾക്കിടയിലൂടെ എത്തും. അതിലൂടെയാണ് മുണ്ടക്കൈയിലുള്ളവർ ഒലിച്ചു പോയത്. എന്നിട്ട് ആ മലയെ ചുറ്റിയാണ് അവർ ഒഴുകി ഈ ചൂരൽമല സ്കൂളും അതോടൊപ്പം വില്ലേജ് ഓഫീസും എല്ലാം നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. ഏതായാലും വലിയ മൺതിട്ടകളാണ് ഈ പ്രദേശത്തെല്ലാം രൂപപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം ഫലമായി അത് വലിയ പാറക്കല്ലുകൾ, നമ്മളിപ്പോൾ JCB ഉപയോഗിച്ച് മാറ്റുന്നത് വലിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പാറക്കല്ലുകളല്ല. അതെല്ലാം ഈ മലമുകളിൽ നിന്ന് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് മുണ്ടക്കൈക്കും മുകളിലാണ് ഉരുൾപൊട്ടിയത്. അവിടെ നിന്ന് വന്ന വൻ പാറക്കൂട്ടങ്ങളാണ് ഈ കിടക്കുന്നത്. അത് നീക്കം ചെയ്യുകയാണ് JCB ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ദുർഘടമായൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പാറകളെല്ലാം നമ്മൾ മാറ്റി നോക്കുന്നത് അതിനിടയിൽ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടങ്ങളിൽ എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അനൂപ്, ഈ മുണ്ടക്കൈ താരതമ്യേന ചൂരൽമലയേക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അത്യാവശ്യം കടകളൊക്കെ ഉള്ള സ്ഥലമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർത്തിരുന്നത് ചൂരൽമലയിലാണ്, അല്ലേ? മുണ്ടക്കൈയിലും ചൂരൽമലയിലും സമാനമാണ്. അതായത് മുണ്ടക്കൈയിൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് അവിടെ കൂടുതൽ ആളുകൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലം ചൂരൽമല എന്ന് പറയുന്നത് ഒരു ചെറു ടൗണും വീടുകളും അത്തരമുള്ള ഒരു ചെറിയ ഒരു ഗ്രാമമായിരുന്നു. മുണ്ടക്കൈയിലാണ് കൂടുതൽ സാന്ദ്രത നോക്കുമ്പോൾ മുണ്ടക്കൈയിലാണ് ജനങ്ങളുടെ ഒരു സാന്ദ്രത കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുണ്ടക്കൈയിൽ വലിയൊരു ആഘാതം സംഭവിച്ചതും അവിടെ നിന്നാണ് കൂടുതൽ മൃതശരീരങ്ങൾ ലഭിച്ചതുമെല്ലാം. അവിടെ നിന്നാണ് ഇവിടേക്ക് ഈ ചൂരൽമല ഭാഗത്തേക്ക് കൂടുതൽ മൃതശരീര ഭാഗങ്ങൾ ഒഴുകിയെത്തിയത്. ഏതായാലും അതാണ് സാഹചര്യം. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തിയാവുന്നത് കാത്തിരിക്കുകയാണ്. ബെയിലി പാല നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ അത് ജനങ്ങൾക്ക് സംവിധാനത്തിന് കൈമാറാനുള്ള ഒരു നടപടികൾ പട്ടാളം സ്വീകരിക്കും. അതിനു മുമ്പ് സുരക്ഷാ പരിശോധനകൾ നടത്തും. നമുക്ക് ആശ്വാസകരമായ കാര്യം ഇപ്പോൾ ഈ പുഴയിൽ ജലനിരപ്പ് ഉയർന്നാലും ഈ പാലത്തിന് അത് മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ്. വിവിധ സാധന സാമഗ്രികൾ മറ്റ് പല സംസ്ഥാനങ്ങളിലായി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ഈ പാലത്തിൽ നടന്നു പോകാനും വാഹനങ്ങൾക്ക് പോകാനുമുള്ള ഇരുമ്പ് പാളികൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടത്താൻ പോകുന്നത്. ശരി, അനൂപാണ് ദുരന്ത മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരുന്നതും. നിലവിൽ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് അവിടെ പൂർത്തിയാകേണ്ടത്. അത് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നുള്ള വിവരങ്ങളാണ് അനൂപ് പങ്കുവച്ചത്.